ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സേമിയ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ഈ സേമിയ ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്ന്, 1/2 ടീസ്പൂൺ പരിപ്പ് എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇനി നമുക്കിത് ലൈറ്റായിട്ടൊന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കടുകെല്ലാം ഒന്ന് പൊട്ടിത്തുടങ്ങട്ടെ. കടുകെല്ലാം ഇതുപോലെ ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ പിന്നെ വേണ്ടത് ചെറിയൊരു പീസളവിൽ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. അതുപോലെ 2 പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ നിലക്കടലയും കൂടിയാണ്. പച്ച നിലക്കടലയോ വറുത്ത നിലക്കടലയോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ്. പച്ച നിലക്കടലയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് വറുന്ന് കിട്ടുന്ന ആ ഒരു സമയം വരെ ലൈറ്റായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം. അതല്ല നമ്മൾ വറുത്ത നിലക്കടലയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് വറുത്താൽ മതിയാവും. ഇതുപോലെ ചെറിയ രീതിക്ക് ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്ത സവാളയാണ്. അത്യാവശ്യം വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ പകുതി മതി, തീരെ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർക്കാം. കൂടെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചപ്പട്ടാണി എടുത്തിട്ടുണ്ട്. ഈ പച്ചപ്പട്ടാണി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബീൻസ് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു പിഞ്ചളവിൽ മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഹൈയിൽ നിൽക്കേണ്ട, തീരെ കുറച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് ചടപടയെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സേമിയ ഉപ്പുമാവാണ് കേട്ടോ. വളരെ രുചികരവുമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ല രീതിക്ക് ഒന്ന് ചൂടായി ഒരു പകുതിയോളം ഒന്ന് വെന്ത് കിട്ടട്ടെ. ഒരുപാട് സോഫ്റ്റായി വെന്ത് പോകണം എന്നുള്ള ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ അതൊന്ന് വെന്ത് കിട്ടും. അതെല്ലാം നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചധികം വേവ് വേണ്ടി വരും. നമ്മളത് പ്രത്യേകം ഒന്ന് വേവിച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഒരു അല്പനേരം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഏകദേശം പകുതിയിൽ കൂടുതലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണയിൽ കടുക് താളിക്കാൻ തുടങ്ങുന്ന സമയം തന്നെ മറ്റൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാവുന്നതാണ്. 6 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ വെള്ളം വെച്ചിട്ടുള്ളത്. കൂടെ 1-2 ടീസ്പൂൺ അളവിൽ എണ്ണയും കൂടി. ഇതുപോലെ വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ ഇനി നമുക്കിതിലേക്ക് സേമിയ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബോൾ നിറയാണ് സേമിയ എടുത്തിട്ടുള്ളത്. 120 ഗ്രാം അളവിലാണ് സേമിയ എടുത്തിട്ടുള്ളത്. സേമിയ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഫസ്റ്റിലേ നമ്മൾ സേമിയ വേവിച്ച് വെച്ചിട്ട് പിന്നീട് മസാല തയ്യാറാക്കാൻ വേണ്ടി നിൽക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ ചില സേമിയ വന്നിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പോൾ തന്നെ നല്ലതുപോലെ കട്ടയായി പോകും. അങ്ങനെ നമുക്ക് ഒറ്റയായിട്ട് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. ചില സേമിയ കുറച്ച് വേകാൻ കുറച്ച് സമയം എടുക്കും, ചിലത് പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും. ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് നമ്മൾ സേമിയ എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഇനി ഒരുപാട് സമയമായിട്ട് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ കംപ്ലീറ്റ് വെള്ളവും നമുക്ക് ഒന്ന് വാർന്ന് മാറ്റാവുന്നതാണ്. ഇനി നമ്മുടെ ഈ സേമിയ ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ മസാലയിലേക്ക് ചേർക്കാവുന്നതാണ്. സേമിയ ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മുടെ സേമിയ ഒന്നും പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല രീതിക്ക് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. ഫ്ലെയിം ഈ സമയത്ത് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. ഇതുപോലെ നല്ല രീതിക്ക് എല്ലാം കൂടി ഞാനിതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരല്പം ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങ കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടിയാണ്. അതുപോലെ തന്നെ ഒരല്പം മല്ലിയിലയും കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ രുചികരമായിട്ടാണ് നമ്മുടെ ഈ സേമിയ ഉപ്പുമാവ് നമുക്ക് കിട്ടുന്നത്. വളരെ പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കിയെടുത്തില്ലേ, ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നമുക്ക് സേമിയ കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു സേമിയ ഉപ്പുമാവ് ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. ഇതിൻ്റെ കൂടെ ഇനി പ്രത്യേകിച്ച് സൈഡായിട്ട് നമുക്കൊന്നും ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കട്ടിച്ചമ്മന്തി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പപ്പടം എടുക്കാം, പഞ്ചസാര വെച്ച് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്.
വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.